ഗുരുവായൂരുകാരോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഗുരുവായൂരപ്പനെ കാണാൻ വന്നതാണ്. ഗുരുവായൂരപ്പനെ കണ്ടു. എന്നാൽ ഗുരുവായൂരപ്പൻ്റെ ആനകളെയോടും കണ്ടേക്കാൻ ഓർത്ത് എലഫന്റ് ക്യാമ്പിലേക്ക് വന്നു. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ കയറി വന്നപ്പോഴാണ് ഒരു മന പോലത്തെ ഒരു സംഭവം കണ്ടത്. എട്ടുകെട്ടാണെന്നാണ് വിശ്വാസം. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെന്താണ് സംഭവം? ഇത് നേരത്തെ ഉണ്ടായിരുന്ന മനയാണോ, അതോ ഇത് പണിതതാണോ, അതോ ഇത് ഈ പൊളിയാതിരിക്കാൻ വേണ്ടി എല്ലാം കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണോ, റെനോവേഷൻ ആണോ എന്നൊന്നും അറിയില്ല. കയറി വന്നപ്പോൾ തന്നെ പാപ്പാമാരെല്ലാവരും കൂടി വട്ടം കൂടി നിന്ന് ഇവിടെ ഒരു വടി സെലക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വട്ടത്തിൽ നടന്ന് ആനകളെ കണ്ടേക്കാമെന്ന് വെച്ചു. ചെറുതും വലുതുമായ ആനകളൊക്കെ ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു രണ്ട് പിടിയാനയും കാണാൻ പറ്റി. രാവിലെ ഒരു 9-10 മണിയായ സമയമായിരുന്നു. അപ്പോഴേക്കും 2-3 ആനക്കുട്ടന്മാരൊക്കെ ഓൾറെഡി കുളിക്കാനൊക്കെ റെഡി ആവുന്നു. കുറച്ച് പേര് കുളിക്കുന്നു. അങ്ങനെ എല്ലാ ആനകളെയും കണ്ട് ഞങ്ങളിങ്ങനെ വട്ടം കറങ്ങി വന്നപ്പോഴാണ് ഒരു ആന ഞങ്ങൾക്ക് അവിടെ നിന്ന് ടാറ്റയൊക്കെ തരുന്നു. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന ആളോട് പറഞ്ഞു, ദേണ്ടടാ ആന ടാറ്റ തരുന്നു എന്ന്. അന്നേരമാണ് അവൻ പറയുന്നത്, ആ ചേട്ടാ ബോർഡൊന്ന് നോക്ക്. ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ അധിക നേരം ഇവിടെ നിൽക്കണ്ട, അടുത്ത ഏറ് കിട്ടുന്നതിനെ കൊണ്ട് നമുക്ക് പോകാമെന്ന്. സംഭവമൊന്നുമില്ല, മതപ്പാടി നിൽക്കുന്ന ഒരു ആനയായിരുന്നു അത്. പിന്നെ കുറേ പേര് അവിടെ നിന്ന് ആനയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഗുരുവായൂർ വരുമ്പോൾ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സേഫായിട്ട് നിന്ന് ആനയെ കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഗുരുവായൂർ എലഫന്റ് ക്യാമ്പ്.